നമസ്കാരം. യൂത്ത് കോൺഗ്രസ് മറയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഞങ്ങളുടെ പ്രിയ രക്തസാക്ഷികളെ ഇല്ല മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. മറയൂർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അനിൽ കനകൻ ഉദ്ഘാടനം ചെയ്തു. നാളുകളിൽ യൂത്ത് കോൺഗ്രസ് സംഘടനാ പാഠവും പഠിച്ചുകൊണ്ട് നിങ്ങളുടെ നാടുകളിൽ വാർഡുകളിൽ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനം വളർത്തുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ ക്യാമ്പ് അറേഞ്ച് ചെയ്യുന്നത്. നാളുകളിൽ നമ്മുടെ വാർഡുകളിൽ യൂത്ത് കോൺഗ്രസ് ഉണ്ടായാൽ നാളുകളിൽ കോൺഗ്രസിലേക്ക് പുതിയ തലമുറ കടന്നു വരികയുള്ളൂ. അതുപോലെ തന്നെ KSU ഉണ്ടായാൽ നമ്മുടെ വാർഡുകളിൽ പുതിയ തലമുറ നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരികയുള്ളൂ. അപ്പോൾ യൂത്ത് കോൺഗ്രസ് എന്താണെന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്താണെന്നും അതുപോലെ ഇതിൻ്റെ പാരമ്പര്യം എന്താണെന്നും നാളുകളിൽ കടന്നു വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ എന്തു ചെയ്യണം, നമ്മളുടെ കർത്തവ്യം എന്താണെന്ന് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയാണ് ഇവിടെ പഠന ക്ലാസ് എടുക്കുന്ന ഈ ഓരോ ആൾക്കാരും ഇവിടെ എത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് അവർ വിശദമായ രീതിയിൽ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അതുപോലെ തന്നെ ഈ അൻഷേടം പറഞ്ഞ പോലെ തന്നെ ഈ നാട്ടിലെ കേരളത്തിൽ എവിടെ എടുത്തു നോക്കിയാലും തുടർച്ചയായി ഒരു പഞ്ചായത്ത് അധികാരത്തിൽ വന്നതിനു ശേഷം ഇന്ന് വരെ മറ്റൊരു പാർട്ടിയും അധികാരം തിരിച്ചു പിടിക്കാത്ത ഒരു പഞ്ചായത്ത് അത് മറയൂർ തന്നെയാണ്. അതൊരു വലിയൊരു അംഗീകാരമാണ്. മറയൂരിനെ സംബന്ധിച്ച് നിങ്ങൾ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾക്കെല്ലാം അഭിമാനിക്കാവുന്നൊരു കാര്യമാണ്. പണ്ട് കഴിഞ്ഞ പ്രാവശ്യം യൂത്ത് കോൺഗ്രസിൻ്റെ ഇവിടെ മണ്ഡല സമ്മേളനം വെച്ചപ്പോൾ ഷാഫി പറമ്പിലും അന്നത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റും ഇവിടെ എത്തുകയുണ്ടായി. രണ്ടുപേരും എത്തി. ഇന്ന് രണ്ടുപേരും ഇവിടെ എത്തി ഒരു നല്ലൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തു. അത് വരാനുള്ള കാരണം മറയൂരിലെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡല സമ്മേളനമാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞു ഉറപ്പായും ഡേറ്റ് തന്നു. ഇടുക്കി ജില്ലയിൽ വേറെ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡല സമ്മേളനത്തിനും അവർ ആ സമയത്ത് ഡേറ്റ് നൽകിയിട്ടില്ല, അതിനുശേഷവും നൽകിയിട്ടില്ല. അപ്പം അത്രമേൽ പ്രിയങ്കരമായ മണ്ഡലമാണിത്. ഇവിടെ എല്ലാ കാര്യങ്ങളിലും സംഘടനാ പ്രവർത്തനം ഏറ്റവും കൂടുതൽ ചട്ടക്കൂട് പ്രവർത്തനത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്നത്തെ കാലഘട്ടമൊക്കെ നമുക്കറിയാം, ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും മതവിദ്വേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ കാലഘട്ടത്തിനൊക്കെ അവസാനം കുറിപ്പിക്കുവാൻ വേണ്ടി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDFും കേരളത്തിൽ അധികാരത്തിൽ വരുവാൻ വേണ്ടി നിങ്ങളെല്ലാം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. അതിനുവേണ്ടി ഈ ക്യാമ്പ് ഒരു തുടക്കമാകണം. ഈ ക്യാമ്പിൽ നിന്ന് പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ നാടുകളിൽ കുട്ടികളെ കൂട്ടുവാനും അവിടുത്തെ എല്ലാ കാര്യങ്ങളും മരണമാണെങ്കിലും കല്യാണമാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും യൂത്ത് കോൺഗ്രസുകാരുടെ മുഖമുണ്ടാകണം. നാളെ നിങ്ങളെല്ലാവരും ഞങ്ങളിരിക്കുന്ന ഈ കസേരകളിലേക്ക് കിടന്നു വരാനുള്ളവരാണ്. കഴിവുള്ളവൻ ഉറപ്പായും ഈ കസേരയിൽ എത്തിയിരിക്കും. അതിനുവേണ്ടി നിങ്ങളെല്ലാം പ്രേരിക്കണമെന്ന്. അതുമാത്രമല്ല, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, ഇതിനു മുമ്പ് നമുക്ക് MLA ഉണ്ടായിരുന്നു. ആരായിരുന്നു? AK മണി MLA ആയിരുന്നു. ഇപ്പം ex-MLA ആണ്. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രായത്തിലാണ് പുള്ളിക്ക് ഇവിടെ പാർട്ടി സീറ്റ് നൽകുന്നത്. MLAക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നപ്പോൾ 15 കൊല്ലക്കാലം MLA ആയിരുന്നു. അതിനുശേഷം നമുക്കൊരു MLA ദേവികുളത്തിന് UDF MLA കിട്ടിയിട്ടില്ല. അപ്പം നമ്മളിത് തിരിച്ചു പിടിക്കേണ്ട സമയം അടുത്തിരിക്കുന്നു എന്നാണ് ഉറപ്പായും നമ്മൾ കരുതേണ്ടത്. മണ്ഡലം പ്രസിഡന്റ് വിജയ് കാളിദാസ് അധ്യക്ഷത വഹിച്ചു. നമുക്കെല്ലാവർക്കും തെരിയണം, 2018 വർഷത്തിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡല പ്രസിഡന്റ് മറയൂർ മണ്ഡലത്തിൽ അംഗമാകണം. മണ്ഡല പ്രസിഡന്റ് അതിൽ നമ്മളുടെ ബ്ലോക്ക് പ്രസിഡന്റ് അനിൽ കനകൻ നേതൃത്വത്തിൽ കടന്ന 2018 കാലം തൊട്ട് இந்த 2026 வரை யூத் கோൺഗ്രஸுக்கு நம்மளோட மறையூர் மண்டலம் நல்ல நேந்திரம் கொடுக்குது.
ஒரு காரியத்துக்கும் நமக்கு முன்னாடி நின்று மறையூர் மண்டலம் நல்ல ரீதியில் செயல்பாடுகளை ஒரு காரியம் சொல்லிக் கொடுக்குது. நமக்கு எல்லாருக்கும் தெரியணும், 1885 வருஷத்தில் தான் காங்கிரஸ் உருவாச்சு. அது கழிஞ்சு 1960 வருஷத்தில் தான் யூத் காங்கிரஸ் உருவாச்சு. அப்போ 66 வருஷம் யூத் காங்கிரஸ் உருவாகி நாள் ஆயிடுச்சு. 141 வருஷமாக காங்கிரஸ் ஜென்மதினம் நடந்து முடிந்துருச்சு. அப்போ நமக்கு எல்லாருக்கும் தெரியும், யூத் காங்கிரஸ் ஒரு கட்டத்திலையும் நல்ல ரீதியில் நம்மளுடைய இந்தியாவிலும் சரி கேரளத்திலும் சரி நல்ல ரீதியில் ஒரு காரியம் செயல்படுறாங்க. நமக்கு எல்லாருக்கும் தெரியும், இந்திரா காந்தி அம்மையாரை பற்றி நம்ம சொல்லாமல் இருக்க முடியாது. ஒரு காரியத்துக்கும் பாவப்பட்ட ஜனங்களுக்கு வேண்டி பென்ஷன்ல இருந்து நமக்கு ஹாஸ்பிட்டலில் இருந்து நம்மளுடைய நாட்டை திருப்பி கொடுத்தது நமக்கு இந்திரா காந்தி அம்மையார் தான். அப்போ நம்ம வரலாறை பற்றியெல்லாம் நமக்கு கிளாஸ் எடுக்க வந்திருக்கும் சார்மார் நல்லா தெளிவாக சொல்லுவாங்க. இருந்தாலும் நம்ம மறையூரில் இந்த 8 வருட காலமாக யூத் காங்கிரஸ் ஒரு காரியத்துக்கும் முன்னாடி நின்று எல்லா காரியத்தையும் செயல்பாடு செஞ்சுருக்கு. நமக்கு 1வது காரியம் சொல்ல போனால் கேயூஸில் இருந்து யூத் காங்கிரஸ் நேந்திரத்தில் 2018-19 காலகட்டம் நமக்கு எல்லாருக்கும் தெரியும், கோவிட் காலகட்டம். அந்த கோவிட் காலகட்டத்தில் ഏറ്റവും കൂടുതൽ யூத் காங்கிரஸ் நம்ம மறையூர் மண்டலத்தில் ഏറ്റവും பாதிக்கப்பட்டவங்களுக்கு எல்லாமே நல்ல ரீதியில் அவங்களுக்கு உடந்தையாக இருந்து அவங்களுக்கு என்ன நோய்கள் கண்டெத்தி அவங்க கூட இருந்து பிரவர்த்திச்சிருக்கோம். சொல்லாமல் இருக்க முடியாது. சிவா, நம்மளுடைய பிரகாஷ், நம்ம மரணப்பட்ட நந்து, இவங்க எல்லாமே கேஎஸ்ல இருந்து வந்து யூத் காங்கிரஸுக்கு வேண்டி நல்ல ரீதியில் அந்த கோவிட் காலகட்டத்தில் சப்போர்ட்டாக இருந்தாங்க. 1 மாத காலமாக நமக்கு ஹெல்ப் டெஸ்க் போட்டு மறையூர் டவுனில் இருந்து நம்மளுடைய பாவப்பட்ட மக்களுக்கு வேண்டி பாதிக்கப்பட்ட மக்களுக்கு வேண்டி ஆதிவாசி மேഖലயிலிருந்து வர்றவங்களுக்கெல்லாம் என்னென்ன காரியங்கள் செய்வோம் இதெல்லாம் செய்து கொடுக்க முடிஞ்சிருக்கு. இதெல்லாமே நமக்கு மண்டல நேந்திரத்தில் தான் ஒரு காரியம் நமக்கு செய்து முடிஞ்சிருக்கு. മറയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജോമോൻ തോമസ്, വൈസ് പ്രസിഡന്റ് ദീപ അരുൾ ജ്യോതി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, പഞ്ചായത്ത് അംഗങ്ങൾ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ഇസ്മായിൽ, മറയൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആൻസി ആന്റണി എന്നിവർ ആശംസകൾ നേർന്നു. രാവിലെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിജയ് കാളിദാസ് പതാക ഉയർത്തിയതോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് നേതാക്കളും പ്രവർത്തകരും പ്രകടനമായി എത്തി പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്നാണ് ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിച്ചത്. സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സൺ ജോമി PL, ജില്ലാ റിസോഴ്സ് പേഴ്സൺമാരായ സുദർശൻ CK, പീറ്റർ TJ എന്നിവർ ക്ലാസ് എടുത്തു. അരുൺ വിജയ് സ്വാഗതവും പ്രമീള കൃതജ്ഞതയും അർപ്പിച്ചു. ന്യൂസ് ഡെസ്ക് മറയൂർ വിഷൻ.